നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റി 50 ഇന്നെങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം, ഇന്നലെ നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നു. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ താഴത്തെ ഓർഡർ ബ്ലോക്ക് ഇവിടെയും. ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഗ്യാപ്പ് അപ്പായിട്ട് ഈ ഓർഡർ ബ്ലോക്കിന് തൊട്ട് താഴെ സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് അതിൽ ടച്ച് ചെയ്തു ഇല്ല എന്നുള്ള രീതിയിൽ താഴത്തേക്ക് ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു. അതായത് ഇന്ന് കൃത്യമായിട്ട് നിഫ്റ്റി ഓർഡർ ബ്ലോക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. സെയിം ടൈം നമ്മുടെ സ്റ്റോക്ക് നമ്മളിന്ന് എൻട്രി എടുത്തേക്കുന്നത് ഇന്നലത്തേതുപോലെ തന്നെ പവർ ഗ്രിഡിലാണ് നമ്മൾ ഓർഡർ എടുത്തത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും, നമ്മൾ കാലത്ത് തന്നെ ഒരു എൻട്രി എടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്ത പോയിൻ്റ് 290.35 ഇവിടുന്ന് സെല്ല് ചെയ്യുവാണ് ചെയ്തത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയയിലാണ്. അവിടുന്ന് താഴത്ത് പോയി താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു. അതിനുശേഷം മുകളിൽ വന്നു. മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്താണ്, കാരണം ഈ ഒരു മൂവ് വളരെ ഫാസ്റ്റായിരുന്നു, നമുക്കത് കാണാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സെല്ല് ചെയ്തു. ഇവിടുന്ന് സെല്ല് ചെയ്തിട്ട് നമ്മളുടെ ടാർഗറ്റ് ആക്ച്വലി നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കാണ്. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു അത്രയും ക്യാപ്ചർ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ 1:3 എത്താൻ പറ്റിയില്ല. 1:2.76 അവിടെ നമ്മൾ എക്സിറ്റ് എടുക്കാനുള്ള കാരണം പ്രീവിയസ് ഡേ ക്ലോസിംഗ് ആണ്. ഇവിടെ വരെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു റിജക്ഷൻ നേരിട്ടേക്കാം എന്ന തോന്നലിൻ്റെ പുറത്ത് നമ്മൾ അവിടെ ഓർഡർ ഇടുമായിരുന്നു. അത് കിട്ടി. അപ്പോൾ നമുക്ക് ആക്ച്വലി ഓർഡർ ബ്ലോക്ക് ടു ഓർഡർ ബ്ലോക്ക് എല്ലാ ദിവസവും തന്നെ നമ്മൾ കാണുന്ന പല ദിവസങ്ങളിലും ഓർഡർ ബ്ലോക്ക് ടു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. കുറേശ്ശെ നമ്മൾ അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഇന്നലെ ആണെങ്കിലും ഈ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇന്നലത്തെ മാർക്കറ്റിൻ്റെ പ്രീവിയസ് ഡേ ക്ലോസിങ്ങിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും വെയിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കില്ലായിരുന്നുകൊണ്ട് ഇന്നലെ നമ്മൾ 1:1 ആണ് എടുത്തിരുന്നത്. ഇന്ന് 1:2 റിസ്ക് റിവാർഡ് 2.7 ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്കിൽ ഇന്ന് സംഭവിച്ചത്. കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം നമ്മൾ മെക്കാനിക്കലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഡേ തലേ ദിവസത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കും. രാവിലെ ഏത് ഓർഡർ ബ്ലോക്കാണോ ആദ്യം ഹിറ്റ് ചെയ്യുന്നത് അതെടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് സൗകര്യപ്രദമായി ഏത് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണോ എൻട്രി എടുക്കാൻ പറ്റുന്ന ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് റിവേഴ്സൽ എൻട്രി എവിടെ നിന്ന് വന്ന് ഹിറ്റ് ചെയ്യുന്നോ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ എല്ലായ്പ്പോഴും ട്രേഡ് എടുക്കുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തു, താഴത്തേക്ക് മാർക്കറ്റ് പോയി, അതിനുശേഷം തിരിച്ച് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, അവിടുന്ന് താഴത്തേക്കാണ് നമ്മൾ എൻട്രി എടുത്തത്. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കാണ് നമ്മുടെ ടാർഗറ്റ്. എന്നാൽ പലപ്പോഴും നമ്മൾ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ എത്താൻ വെയിറ്റ് ചെയ്യുന്നുമില്ല. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മറ്റുള്ള സ്റ്റോക്കുകളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമ്മളുടെ ജേണലും കൂടെ ഒന്ന് വിശദമാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. നമ്മൾ ONGC കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ONGCയിലാണ് ഓർഡർ എടുത്തുകൊണ്ടിരുന്നത്. എന്നിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ONGC നമ്മുടെ ഓർഡർ ബ്ലോക്കുകൾ വന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല. അതർവൈസ് ഇപ്പോഴാണ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഒരുപക്ഷെ നമ്മൾ വരച്ച ഓർഡർ ബ്ലോക്ക് തെറ്റായിരിക്കാം. കാരണം നമ്മൾ അത്രയ്ക്ക് എക്സ്പെർട്ട് ആയിട്ടില്ല. ഇന്നിപ്പോൾ 37ാമത്തെ ദിവസമാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എറർ തീർച്ചയായിട്ടും വരാം, മനുഷ്യനാണല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഈ ഓർഡർ ബ്ലോക്ക് എന്തായാലും കറക്റ്റാണ്. മുകളിൽ വരച്ചത് കറക്റ്റ് ആയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട്. ഓക്കെ, എനിവേ BPCLൽ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അടയാളപ്പെടുത്തി വെച്ച ഓർഡർ ബ്ലോക്കിന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട്, തിരിച്ചു വന്ന് അതേ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമ്പോൾ റിവേഴ്സൽ എൻട്രി, അതായത് എവിടെ നിന്ന് വന്ന് ഹിറ്റ് ചെയ്യുന്നോ അതേ സ്ഥലത്തേക്ക്. ഇതിപ്പോൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരികെ ഇവിടെ വന്നു, അതിനുശേഷം തിരികെ താഴത്തേക്ക് വന്ന് ഇതേ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എൻട്രി വരുന്നത്. ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് എവിടെയാണോ അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ട്രേഡ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതവസ്ഥയിലാണ് അയാൾ നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എൻട്രി എടുത്താൽ പോലും 1:2 ഓൾറെഡി ആൾക്ക് അതിനകത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തതായിട്ട് തോന്നും. ഓക്കെ, ഇനി പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ
അതിലാണ് നമ്മളിന്ന് ട്രേഡ് എടുത്തിരുന്നത്. ഇനി വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്. മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്തു. അവിടെ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. താഴത്തെ ഓർഡർ ബ്ലോക്ക് ടാർഗറ്റാണ്. അതിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് നമ്മുടെ ടാർഗറ്റായിട്ട് വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ്, ഇവിടെ സെക്കൻഡ് ടാർഗറ്റ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് എന്ന രീതിയിൽ ഓർഡർ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാവുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇവിടെ എൻട്രി നിന്ന് എടുത്തിരുന്ന ഒരാൾക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നു എന്ന് വിചാരിച്ചാൽ താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് 1%, അതായത് 1:2 കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ 2.7 ഉണ്ട്. ദാറ്റ് മീൻസ് 1:5 റിസ്ക് റിവാർഡ് 5 കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ഇപ്പം നിൽക്കുന്ന ലെവലിലാണെങ്കിൽ റിസ്ക് റിവാർഡ് 4 ഓൾറെഡി അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, NDPCയും കൂടെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ NDPC സ്റ്റാർട്ട് ചെയ്തു, അവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയിട്ട് തിരികെ വന്ന് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഇവിടെ നമുക്ക് റിവേഴ്സൽ എൻട്രി എടുക്കാനായിട്ട് ഒരു അവസരം മാർക്കറ്റ് തന്നിട്ടില്ല. സോ ദാറ്റ് അവിടെ നമുക്ക് എൻട്രി ഇല്ല, ഈ ഓർഡർ ബ്ലോക്കിൻ്റെ സൈഡിൽ നിന്ന് എൻട്രി ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന, താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും സ്റ്റോപ്പ് ലോസ് തന്നെയായിരിക്കും. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ മുകളിലേക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ 1:1 അത് കൊടുത്തിട്ടില്ല, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ആ എൻട്രി അയാൾ എടുക്കുന്നില്ല എങ്കിൽ പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോയി, അതിനുശേഷം വീണ്ടും ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്നും അയാൾക്ക് താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് ഏകദേശം ഇവിടം വരെയാണ് 1:2 കിട്ടാനുള്ളൊരു ട്രേഡ് അതിനകത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ഓർഡർ ബ്ലോക്കിൽ ഇടിക്കുമ്പോൾ റിവേഴ്സൽ എൻട്രി എടുക്കുന്നു, നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ടാർഗറ്റ് വെക്കുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 0.5% നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് എല്ലായ്പ്പോഴും ഒരേ സ്റ്റോപ്പ് ലോസാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ പല വിധത്തിലുള്ള സ്ട്രാറ്റജീസ് നമുക്ക് യൂട്യൂബിൽ ധാരാളം അവൈലബിൾ ആണ്. എങ്ങനെ നമുക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കാം? ഞാൻ പലപ്പോഴും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 1-2 യൂട്യൂബർമാരുടെ വീഡിയോസിൻ്റെ കാര്യം കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് പ്രയോജനപ്പെട്ടേക്കാം. 2 പയ്യന്മാർ മെയിൻലി നമ്മൾ നോക്കിയത്, ഒന്ന് കാനഡക്കാരനാണ്, സ്കാർഫേസ് ട്രേഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനാണ്. ഈ പയ്യൻ 7-8 വർഷമായി ആൾ ഒരു സാധാരണ ഫാമിലിയിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. എന്നിരുന്നാൽ പോലും ഒരേ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അയാൾ ഇന്ന് ഒരു റിച്ച് ലൈഫ് ജീവിക്കുന്ന മനുഷ്യനാണ്. വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-27 വയസ്സിൽ താഴെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആൾ ചെയ്യുന്നത് ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ആ സ്ട്രാറ്റജി നമ്മൾ നമ്മുടെ വീഡിയോയിൽ തന്നെ ആദ്യത്തെ വീഡിയോകളായിട്ട് ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് കുറച്ചധികം ദിവസങ്ങളിൽ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അത് നമുക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ വീണ്ടും സ്ട്രാറ്റജി മാറ്റി. നമ്മൾ ധാരാളം ആൾക്കാരുടെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ്, ഈ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോയിട്ട് റണ്ണിങ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നീന്തൽ നമ്മൾ തപാലിലൂടെ പഠിച്ചിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങിച്ചാകാം എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥയാണ്. തിയറി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കാനാണെങ്കിൽ ഈ പഠിച്ചതെല്ലാം കൂടെ ചോദ്യം വരുമ്പോൾ പേപ്പറിലേക്ക് കാണാപ്പാടെ എഴുതി വെച്ചാൽ മതി. അതായത് മെമ്മറി പവർ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരാൾ ഭയങ്കര മിടുക്കനാകും. കാരണം ഇന്ത്യയിലെ പരീക്ഷകളെല്ലാം മെമ്മറി പവറാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മെമ്മറി പവർ ഉള്ള, അല്ലെങ്കിൽ പരീക്ഷയിൽ ജയിച്ചവരൊന്നും അല്ല ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഒരു എഡ്യൂക്കേഷനും ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ പ്രാക്ടിക്കൽ നോളജ് കൊണ്ടിട്ട് ജീവിതത്തിൽ വലിയ വലിയ നിലയിലേക്ക് പോകുന്നത് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം അറിയാം, മെമ്മറി പവറിന് അത്രയ്ക്കുള്ള പ്രാധാന്യമേ ലൈഫിലുള്ളൂ. പരീക്ഷയിൽ വിജയിക്കാൻ മെമ്മറി പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ തിയറി പഠിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആക്ച്വലി ലൈവായിട്ട് അവരെടുത്ത ഓരോ ട്രേഡുകളും വിശദീകരിക്കുന്ന വീഡിയോസ്, ഇല്ലെങ്കിൽ ലൈവായിട്ട് ചെയ്തേക്കുന്ന റെക്കോർഡഡ് ലൈവ് വീഡിയോകൾ ധാരാളം സ്കാർഫേസ് ട്രേഡർ എന്ന് പറയുന്ന ആ ചാനലിൽ കാണാം. അതല്ലെങ്കിൽ റിയലി കോൾമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐ തിങ്ക്
UK എന്നുള്ള പയ്യനാണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും പയ്യന്മാരാണ്. അപ്പോൾ റിയലി കോൾമാൻ വരുമ്പോൾ അദ്ദേഹം ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് സ്റ്റൈല് സ്കാർഫേസ് ട്രേഡറുമായിട്ട് കുറച്ചധികം വ്യത്യാസമുണ്ട്. അദ്ദേഹം ചെയ്യുന്നതും റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. സ്കാർഫേസ് വരുമ്പോൾ ട്രെൻഡ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സ്റ്റൈൽസാണ്. അതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയാണ്. ഇത് രണ്ടിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടെങ്കിലും റിയലി കോൾമാൻ എന്ന് പറയുന്ന ആ പയ്യൻ്റെ ട്രേഡിംഗ് സ്റ്റൈലുമായിട്ട് കുറച്ചും കൂടെ സാമ്യം പറയുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിക്ക് ആ പയ്യൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിയായിട്ടാണ് സാമ്യമുള്ളത്. അപ്പോൾ ഈ പയ്യനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ ട്രേഡും ലൈവ് റെക്കോർഡഡ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ട്രേഡിംഗ് മെത്തേഡ്, ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അതിൻ്റെ തിയറി എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ മറന്നു കളഞ്ഞിട്ട് നമുക്ക് ഈ ട്രേഡ് ഇയാൾ ചെയ്തേക്കുന്നത് ഒരു 10 ട്രേഡ് റിപ്പീറ്റഡ്ലി കണ്ടാൽ അയാൾ എവിടെ എൻട്രി എടുത്തു, എത്ര ക്വാണ്ടിറ്റി എൻട്രി എടുത്തു, എത്രയാണ് അയാൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണ്, അയാൾ ടാർഗറ്റ് എത്രയാണ് ചെയ്യുന്നത്, അത് റിസ്ക് റിവാർഡ് എത്ര വരുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റാണ് അയാൾ എടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈവായിട്ട് കണ്ട് പഠിക്കാം. 1 വട്ടം 2 വട്ടം 3 വട്ടം 10 ദിവസത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു 10 വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരാൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാകും. മേ ബി അതേപോലെ തന്നെ ട്രേഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഇത് കണ്ട് നമ്മൾ കോപ്പി അടിച്ചാൽ മതി. നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതെന്താണോ കണ്ടു പഠിച്ചത് അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതെല്ലാം ഒരു പാറ്റേണാണ്. ഇനി 10 വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലേ, 20 വീഡിയോ കാണുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാപ്പാഠം പഠിച്ച് റിപ്പീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ട്രേഡിങ്ങിലുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കാണുന്നത് എല്ലാവരും പോകുന്നത്, നമ്മളിതുവരെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി പലരും പറയാറുണ്ട്, ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു, ഇതല്ല ആക്ച്വലി വേണ്ടത് എന്ന് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ചെയ്യേണ്ട ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് കരുതാം. അതുകൊണ്ട് തന്നെ ആ ഒരു മെത്തേഡിൽ നമ്മൾ എന്താണോ സ്കൂളിൽ പഠിച്ചത്, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയില്ലേ ഹയർ ഡിഗ്രിയൊക്കെ പോകുമ്പോഴും നമ്മൾ പഠിക്കുന്നത് എന്താ, കാണാതെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതി വെക്കുന്നു. ഈ തലയ്ക്കകത്തുള്ളതെല്ലാം എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടും. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അവിടെ പ്രാക്ടിക്കൽ നോളജ് വേണം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രേഡിംഗ് വരുമ്പോൾ ഇവിടെ തിയറി അറിഞ്ഞോ ഇല്ലയോ എന്നതിനൊരു പ്രസക്തിയും ഞാൻ കാണുന്നില്ല. മറിച്ച് ഒത്തിരി ട്രേഡുകൾ എടുക്കുന്ന ആളുകൾ, വിജയിച്ച ആളുകൾ എടുത്ത ലൈവ് ട്രേഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാക്സിമം കണ്ടോ. കാരണം ഇത് കണ്ടിരിക്കും തോറും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ളിലേക്ക് ഈ മെത്തേഡ്, ഈ സ്റ്റൈല്, ഈ പാറ്റേൺ ഇതെല്ലാം കടന്നു പോകുന്നുണ്ടാവും. മനസ്സിലാക്കുക, നമ്മുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും പ്രതികരിക്കുന്നത് ലൈഫിൽ നമ്മൾ കണ്ട ഓരോരോ പാറ്റേണുകളോടാണ്. കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ നമ്മുടെ ബ്രെയിനിന് ആ കൃത്യമായ പാറ്റേണുകൾ അറിയാമെങ്കിൽ ഏതൊരു മനുഷ്യനും നല്ലൊരു രീതിയിൽ നല്ലൊരു ട്രേഡറായി മാറാൻ പറ്റും. സോ ദാറ്റ് ലൈവ് വീഡിയോസ് കാണുക. തിയറി നിങ്ങൾ എത്രമാത്രം പഠിച്ചോ നിങ്ങൾക്ക് അത് എത്രമാത്രം പ്രയോജനപ്പെടും എന്നൊന്നും എനിക്കറിയത്തില്ല. നേരെ മറിച്ച് ഏതൊരു മനുഷ്യനും, പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾ തന്നെ ആയിക്കോട്ടെ, ലൈവ് വീഡിയോസ് ചെയ്ത ആൾക്കാരുടെ മാക്സിമം കണ്ടോ അയാൾ എന്ത് ചെയ്യുമോ അതുപോലെ തന്നെ ഇയാൾക്കും ഇത് കണ്ട് കാണാപ്പാഠം പഠിച്ച് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറാൻ പറ്റും. അതർവൈസ് ഞാനിതെല്ലാം പഠിച്ചത് അങ്ങനെയാണ്. പ്രത്യേകിച്ചും സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നമുക്ക് തിയറിയോടോ കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതുന്നതിനോടോ യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. നമ്മുടെ ഒരു ശൈലി മാച്ചിങ് അല്ലായിരുന്നു ആ സിസ്റ്റവുമായിട്ട്. സോ ദാറ്റ് നമ്മൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പഠിച്ചെടുത്ത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കലി ബ്ലൈൻഡ്ലി കണ്ണും പൂട്ടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇങ്ങനെ മെക്കാനിക്കലി ചെയ്യുവാണെങ്കിൽ സൈക്കോളജിക്കലി നമുക്ക് വലിയ ഇമോഷനൊന്നും ഇല്ലാതെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ വരയ്ക്കുന്നത് കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടുന്ന് റിജക്ഷൻ വരുന്നോ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് കിട്ടുന്നു. ഓക്കെ, ഇനി BPSൽ CL നോക്കിയാലും എവിടെ ബ്രേക്ക് ചെയ്ത് പോയോ ആ ഓർഡർ ബ്ലോക്ക് സപ്പോർട്ടായി മാറി. ഇനി പോകേണ്ടത് നെക്സ്റ്റ് ബ്ലോക്കിലേക്കാണ്. ഓക്കെ, ഇപ്പോൾ പവർ ഗ്രിഡ് നമ്മൾ കൃത്യമായി കണ്ടു, താഴത്തിടിച്ചു. അത് ഇന്നലെയാണേലും താഴത്തിടിച്ചു, മുകളിൽ പോയി നമ്മൾ സെല്ല് ചെയ്തു, നമുക്കത് പ്രോഫിറ്റ് തന്നു. ഇനി ഇന്നാണെങ്കിലും താഴത്തിടിച്ചു, മുകളിൽ പോയി ഇടിച്ചു, വീണ്ടും താഴത്ത് വന്ന് ഇടിച്ചു. ഈ ഒരു രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ എന്താ പറയുക, നമ്മളുടെ ലോങ് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ബൈ ആൻഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക്
ഈ 2 ദിവസങ്ങളിൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, മുകളിൽ പോയി ഹിറ്റ് ചെയ്തു, താഴത്ത് വന്ന് ക്ലോസ് ചെയ്തു. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, മുകളിൽ പോയി ഹിറ്റ് ചെയ്തു, താഴത്ത് വന്നു. ഇതിങ്ങനെ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുക. ഈ ദിവസങ്ങളൊക്കെ അവർക്ക് കണ്ടിരിക്കാം എന്നല്ലാതെ അവർക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. അവർ ഏതാണ്ട് 0 എന്ന് പറയുന്ന ലെവലിൽ തന്നെ തൊട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ടൈം പോയി. 1 ദിവസം 2 ദിവസം 3 ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ ഇതൊരു 2% ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇന്നലെ 2% ചേഞ്ച് കൊടുത്തു, ഇന്ന് നോക്കിയാലും 2% ചേഞ്ച് കൊടുത്തു. അപ്പോൾ 2% ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് 1% എടുക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ദിവസം 1% കിട്ടി, ഈ ദിവസം 1% കിട്ടി, ഇങ്ങനെ പല ദിവസങ്ങളിൽ ഓരോ ശതമാനം കിട്ടിക്കൊണ്ടിരുന്നാൽ സ്വിംഗ് ട്രേഡർക്ക് എന്ത് കിട്ടും എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇൻട്രാഡേ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ അയാൾക്ക് 1% ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ സോ ദാറ്റ് ഇൻട്രാഡേ ട്രേഡിങ് മെക്കാനിക്കലി ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് നമ്മൾ ഇമോഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എൻട്രിയും എക്സിറ്റും ഇതായിരുന്നു. പവർ ഗ്രിഡ് നമ്മൾ ഫസ്റ്റ് സെല്ലാണ് ചെയ്തത്. 6 ഫെബ്രുവരി 2025 9:26 നമ്മൾ സെല്ല് ചെയ്തു 290 രൂപ 35 പൈസയ്ക്ക്. നമ്മുടെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത് 98 ക്വാണ്ടിറ്റീസാണ്. നമ്മൾ ബൈബാക്ക് ചെയ്തത് 9:35 അത് പെട്ടെന്നുള്ളൊരു മൂവ് ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കിട്ടിയെന്നുള്ളതാണ്. 286.35 നമ്മൾ ബൈബാക്ക് ചെയ്തു. അപ്പോൾ അതാണ് നമ്മളിവിടെ ഈ അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന റിസ്ക് റിവാർഡ് 2.76 നമുക്ക് കിട്ടി. ഏകദേശം 3 എന്ന് നമുക്ക് പറയാവുന്ന ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 ഡേയ്സ് ഈ മാസത്തേത് നമുക്ക് കണ്ടിന്യൂസ് ലോസ് ആയിരുന്നു. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് 3 ദിവസം ലോസ് കിട്ടുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മാക്സിമം 2 ഡേയ്സ് മാത്രമേ ലോസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഇന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ മൊത്തം 37 ദിവസമാണ് ഓർഡർ ബ്ലോക്ക് അനുസരിച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് 2 ദിവസം നമുക്ക് ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് കിട്ടി. സോ ദാറ്റ് ആദ്യത്തെ 2 ദിവസം കൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ലോസിലേക്ക് പോയി. ആ ലോസിൽ നിന്ന് നമ്മൾ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് 5% പ്രോഫിറ്റിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഇതുവരെയുള്ള നോക്കിക്കഴിഞ്ഞാൽ ഈ മാസത്തിൽ 2 പ്രോഫിറ്റും ലോസും വന്നിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം 37 ദിവസത്തിൽ 23 ദിവസം പ്രോഫിറ്റും 14 ദിവസം ലോസും. അപ്പോൾ ലോസ് സംഭവിച്ചതിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 62% പ്രോഫിറ്റ് അധികമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി മൊത്തം നമ്മൾ ട്രേഡ് എടുത്തേക്കുന്നത് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ 164 ദിവസം കംപ്ലീറ്റ് ചെയ്തു. അതിനകത്ത് 91 ദിവസം ലോസും 73 ദിവസം പ്രോഫിറ്റും. നെറ്റ് വിൻ റേഷ്യോ എന്ന് പറയുന്നത് 44% എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ട്രേഡിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 200 ദിവസം കഴിയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും തന്നെ നമ്മൾ പറയുന്നുണ്ട് 1:5, 7, 6 അങ്ങനെയൊക്കെ നമുക്കൊന്ന് ടാർഗറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.